നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണ സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ. നിർമ്മായ സേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ പുതിയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഷ്ടമസ്കന്ധം 24 അധ്യായങ്ങൾ നമ്മൾ വിസ്തരിച്ചു കണ്ടു. മന്വന്തര കഥകൾ, മന്വന്തരാണി സദ്ധർമ്മ. ഭഗവാൻ ധർമ്മപരിപാലനം ചെയ്യുന്ന ഭഗവാന്റെ വ്യവസ്ഥകൾ എല്ലാ കാലത്തും കാലത്തിനപ്പുറത്തും ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വ്യവസ്ഥ. ഈ ലോകം പരിപാലിക്കുന്നത് ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഭഗവാനോട് കൂടെ ചേരുക നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതാണ്. ഭഗവാനെ സഹായിക്കുക. ഭഗവാന് നമ്മുടെ സഹായം ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതാണ്. പാലാഴി മദനം ഭഗവാന് വേണമെങ്കിൽ അത് കൂടാതെ തന്നെ കാര്യം കഴിക്കാൻ പറ്റും. ആരുടെയും സഹായമില്ലാതെ ദേവന്മാരുടെ യൗവനം, അവരുടെ ഐശ്വര്യങ്ങളെല്ലാം ഭഗവാന് സങ്കല്പം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ ദേവന്മാരെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും പണിയെടുപ്പിച്ചു. അതിലൂടെ ഭഗവാൻ നമ്മളോടും ആദേശിക്കുന്നത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഉപദേശിച്ചത് തന്നെയാണ്. സ്വകർമ്മണ തമഭ്യർച്ച്യ. അവനവന്റെ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുക. അങ്ങനെ ഈശ്വരനുമായി ഒന്നായി തീരാം. നമ്മുടെ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ച് ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ അകലം കുറച്ച് അടുപ്പം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ധർമ്മ ആചരണം. അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ് ധർമ്മ ആചരണം. ആ ഒരു വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം ഭഗവാന്റെ നിയമങ്ങൾ അനുസരിച്ച്
ആവട്ടെ. ഇനി ഈശാനുചരിതം എന്നതാണ് നവമസ്കന്ധത്തിലെ വിഷയം. ഈശാനുചരിതം ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മഹാരാജാക്കന്മാരുടെ കഥയാണ്. ഭഗവാന്റെ വിവിധ അവതാര ലീലകളും അതിൽ വരുന്നു. രാമാവതാരവും പരശുരാമാവതാരവും അവസാന അധ്യായങ്ങളിൽ കൃഷ്ണാവതാരത്തെക്കുറിച്ചും എല്ലാം സൂചിപ്പിക്കുന്നു. അപ്പോൾ സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാർ ഭഗവാന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് രാജ്യഭാരം നിർവഹിച്ച അവരുടെ കഥയാണ്. അങ്ങനെ അനുസരിക്കാതിരുന്ന ആളുകൾക്കുണ്ടായിട്ടുള്ള ദോഷങ്ങളെയും കാണിക്കുന്ന കഥകൾ ഉണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ കഥകൾ വരുന്നുണ്ട്. എല്ലാം വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 24 അധ്യായങ്ങളിൽ സൂര്യവംശത്തിലെ അനേകായിരം രാജാക്കന്മാരുടെയും ചന്ദ്രവംശത്തിലെയും അനേകായിരം രാജാക്കന്മാരുടെയും കഥകൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യത്തെ 13 അധ്യായം സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളാണ്. പിന്നീട് 14 അധ്യായം മുതൽക്ക് 24 വരെ 11 അധ്യായങ്ങളിൽ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകൾ പറയുന്നു. ചന്ദ്രവംശവും സൂര്യവംശത്തിന്റെ അവാന്തര വംശം തന്നെയാണ്. സൂര്യവംശത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു ചന്ദ്രവംശം ഇല്ല. ആ സൂര്യവംശത്തിൽ സൂര്യപുത്രനായി ജനിക്കുന്ന വൈവസ്വത മനുവിന്റെ പുത്രൻ സുദ്യുമ്നൻ, അല്ലെങ്കിൽ ആ പുത്രൻ തന്നെയാണ് ഇളയായി. ആ ഇളയിലൂടെയാണ് ചന്ദ്രവംശം വരുന്നത്. അപ്പോ വൈവസ്വത മനുവിന്റെ മകളുടെ വംശത്തെ ചന്ദ്രവംശമെന്നും ആൺമക്കളുടെ വംശത്തെ സൂര്യവംശമെന്നും വിളിക്കുന്നു. ഇത്രയുള്ളൂ വ്യത്യാസം. എല്ലാറ്റിൻ്റെയും ഉറവിടം അഥവാ സ്രോതസ് ഒന്ന് തന്നെയാണ്. വൈവസ്വത മനുവാണ്. വൈവസ്വത മനുവിന് സ്രോതസ് സൂര്യദേവനാണ്. സൂര്യദേവന് സ്രോതസ് കശ്യപനാണ്. കശ്യപന് സ്രോതസ് മരീചിയാണ്. മരീചിക്ക് സ്രോതസ് ബ്രഹ്മദേവനാണ്. ബ്രഹ്മദേവന് സ്രോതസ് സാക്ഷാൽ നാരായണനാണ്. അപ്പം നാരായണന്റെ വംശപരമ്പരകൾ തന്നെയാണ്, നാരായണന്റെ സന്തതികൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പിതാമഹനോ പിതാവോ മാതാവോ എല്ലാം നാരായണനാണ്. നമ്മളെല്ലാം ഒരു കുടുംബമാണ്. നമ്മളെല്ലാം നാരായണന്റെ വിഭൂതികളാണ്, അംശങ്ങളാണ്. ഈ സത്യമാണ് ഈ കഥകളൊക്കെ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ഉറച്ചു കിട്ടേണ്ടത്. നമുക്ക് 24 നവമസ്കന്ധത്തിലെ 1-ാം അധ്യായം ആദ്യം പാരായണം ചെയ്യാം, എന്നിട്ട് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ പ്രഥമോऽധ്യായഃ. രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി ശ്രുതാനി മേ വീര്യാണ്യനന്ദവീര്യസ്യ ഹരേസ്തത്ര കൃതാനി ച യോऽസൗ സത്യവ്രതോ നാമ രാജർഷിർദ്രവിഡേശ്വരഃ ജ്ഞാനം യോ അതീതകൽപാന്തേ ലേഭേ പുരുഷസേവയാ സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീത് ഇതി ശ്രുതം ത്വത്തസ്തസ്യ സുതാശ്ചോക്താ ഇക്ഷ്വാകുപ്രമുഖാ നൃപാഃ തേഷാം വംശം പൃഥക് ബ്രഹ്മൻ വംശ്യാനുചരിതാനി ച കീർത്തയസ്വ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹിനഃ യേ ഭൂതാ യേ ഭവിഷ്യാശ്ച ഭവന്തി അദ്യതനാശ്ച യേ
തേഷാം നഃ പുണ്യകീർത്തീനാം സർവേഷാം പദവിക്രമാൻ. സൂത ഉവാച ഏവം പരീക്ഷിതാ രാജ്ഞാ സദസി ബ്രഹ്മവാദിനാം പൃഷ്ടഃ പ്രോവാച ഭഗവാൻ ശുകഃ പരധർമ്മവിത്. ശ്രീശുക ഉവാച ശ്രൂയതാം മാനവോ വംശഃ പ്രാചുര്യേണ പരന്തപ ന ശക്യത്തെ വിസ്തരതോ വക്തും വർഷശതൈരപി. പരാവരേഷാം ഭൂതാനാമാത്മായഃ പുരുഷഃ പരഃ സ ഏവാസീത് ഇദം വിശ്വം കൽപ്പാന്തെ അന്യം ന കിഞ്ചന. തസ്യ നാഭേഃ സമഭവത് പദ്മകോശോ ഹിരണ്മയഃ തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. മരീചിർമനസസ്തസ്യ ജജ്ഞേ തസ്യാപി കശ്യപഃ ദാക്ഷായണ്യാം തതോദിത്യാം വിവസ്വാനഭവത്സുതഃ. തതോ മനുഃ ശ്രാദ്ധദേവഃ സംജ്ഞായാമാസ ഭാരത ശ്രദ്ധായാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ. ഇക്ഷ്വാകുനൃഗശര്യാദിദിഷ്ടദൃഷ്ടകരൂഷകാൻ നരിഷ്യന്തം പൃഷദ്രം ച നഭഗം ച കവിം വിഭുഃ. അപ്രജസ്യ മനോഃ പൂർവം വസിഷ്ഠോ ഭഗവാൻ കില മിത്രാവരുണയോരിഷ്ടിം പ്രജാർത്തമകരോത് പ്രഭുഃ. തത്ര ശ്രദ്ധാ മനോഃ പത്നീ ഹോതാരം സമയാചത ദുഹിത്രർത്ഥമുപാഗമ്യ പ്രണിപത്യ പയോവ്രത പ്രേഷിതോദ്വര്യുണാ ഹോത ധ്യായൻ തത്സുസമാഹിതഃ ഹവിഷിവ്യചരത്തേന വഷട്കാരം ഗൃണൻ ദ്വിജഃ. ഹോതുസ്തദ്വ്യഭിചാരേണ കന്യാ ഇളാ നാമ സാ ഭവത് താം വിലോക്യ മനുഃപ്രാഹ നാദിഹൃഷ്ടമനാ ഗുരും. ഭഗവൻ കിമിദം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം വിപര്യമഹോ കഷ്ടം മൈവം സ്യാത് ബ്രഹ്മവിക്രിയ. യൂയം മന്ത്രവിദോ യുക്താഃ തപസാ ദഗ്ധകിൽബിഷാഃ കുതഃ സങ്കൽപവൈഷമ്യം അനൃതം വിബുധേഷ്വിവ. തന്നിശമ്യ വചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹഃ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ബഭാഷേരവിനന്ദനം. ഏതൽ സങ്കൽപവൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരതഃ തഥാപി സാധയിഷ്യേതേ സുപ്രജാസ്ത്വം സ്വതേജസാ. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സമഹായശാഃ അസ്തൗഷീത് ആദിപുരുഷം ഇളായാ പുംസ്ത്വകാമ്യയാ. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദാവിളാഭവത്തേന സുദ്ധ്യുമ്നഃ പുരുഷർഷഭഃ. സ്വയേകദാ മഹാരാജ വിചരൻ മൃഗയാം വനെ വൃതഃ കതിപയാമാദ്യൈഃ അശ്വമാരുഹ്യ സൈന്ധവം. പ്രഗൃഹ്യ രുചിരം ചാപം ശരാംശ്ച പരമാദ്ഭുതാൻ ദംശിതോ അനുമൃഗം വീരോ ജഗാമ ദിശമുത്തരാം. സ കുമാരോ വനം മേരോഃ അധസ്താത് പ്രവിവേശഃ യത്രാസ്തേ ഭഗവാൻ സർവോ രമമാണഃ സഹോമയാം. തസ്മിൻ പ്രവിഷ്ട ഏവാസൗ സുദ്യുമ്നഃ പരവീരഃ അപശ്യത് സ്ത്രിയമാത്മാനം അശ്വം ച ബടവാം നൃപ. തദാ തദനുഗാ സർവേ ആത്മലിംഗ വിപര്യം ദൃഷ്ട്വാ വിമനസോ ഭൂവൻ വീക്ഷമാണാഃ പരസ്പരം. രാജോവാച കഥമേവം ഗുണോദേശഃ കേന വാ ഭഗവൻ കൃതഃ. പ്രശ്നമേനം സമാചക്ഷ്വ പരം കൗതൂഹലം ഹിനഃ. ശ്രീശുക ഉവാച
ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയസ്തത്ര സുവ്രതാഃ ദിശോ വിതിമിരാഭാസാ കുർവന്തഃ സമുപാഗമൻ താൻ വിലോക്യ അംബികാദേവി വിവാസാ വ്രീഡിതാ വൃശം ഭർത്തുരംഗാത് സമുത്ഥായ നീവീം ആശ്രതപര്യദാത് ഋഷയോപി തയോർവീക്ഷ്യ പ്രസംഗം രമമാണയോഃ നിവൃത്താഃ പ്രയയുസ്തസ്മാത് നരനാരായണശ്രമം തദിദം ഭഗവാനാഃ പ്രിയായാഃ പ്രിയകമ്യയാ സ്ഥാനം യഃ പ്രവിശേദേതത് സ വൈ യോഷിത് ഭവേദിതി തത ഊർധ്വം വനം തദ്വൈ പുരുഷാ വർജയന്തി സാ ചാനുചര സംയുക്താ വിചചാരവനാദ്വനം അതതാം ആശ്രമാഭ്യാസേ ചരന്തീം പ്രമദോത്തമാം സ്ത്രീഭിഃ പരിവൃതാം വീക്ഷ്യ ചകമേ ഭഗവാൻ ബുധഃ സാപി തം ചകമേ സുബ്രൂഃ സോമരാജസുതം പതിം സ തസ്യാം ജനയാമാസ പുരൂരവസമാത്മജം ഏവം സ്ത്രീത്വമനുപ്രാപ്തഃ സുദ്യുമ്നോ മാനവോ നൃപഃ സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം ഇതി ശുശ്രുമ സ തസ്യ താം ദശാം ദൃഷ്ട്വാ കൃപയാ വൃഷപീഡിതഃ സുദ്യുമ്നസ്യാശയൻ പുംസ്ത്വം ഉപാദാവത ശങ്കരം. തുഷ്ടസ്തസ്മൈ സ ഭഗവാൻ ഋഷയേ പ്രിയമാവഹൻ സ്വാം ച വാചം വൃതാം കുർവൻ ഇദമാഹ വിശാം പതേ മാസം പുമാൻ സഭവിതാമാസം സ്ത്രീ തവ ഗോത്രജഃ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോ അവതു മേദിനീം ആചാര്യാനുഗ്രഹാത് കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതിം നാഭ്യനന്ദൻ സ്മതം പ്രജാഃ തസ്യോൽക്കലോ ഗയോ രാജൻ വിമലശ്ച സുധാസ്ത്രയഃ ദക്ഷിണാപദരാജാനോ ബഭൂർധർമ്മവത്സലാഃ തതഃ പരിണതേ കാലേ പ്രതിഷ്ഠാനപതി പ്രഭുഃ പുരൂരവസൗത്സൃജ്യ ഗാം പുത്രായ ഗതോ വനം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേണോപാഖ്യാനേ പ്രഥമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ ഹരേ രാമ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അഷ്ടമസ്കന്ധത്തിൽ അവസാനം നമ്മൾ മത്സ്യാവതാര ചരിതം വിസ്തരിച്ചു കണ്ടു. സത്യവ്രത രാജാവ് മത്സ്യഭഗവാനെ സ്തുതിച്ചു ഗുരുവായിട്ട് അജ്ഞാനം നീക്കിത്തരാനായിട്ട് ആവശ്യപ്പെട്ടു. സത്യവ്രത രാജാവിന് ഭഗവാൻ മത്സ്യരൂപിയായി പ്രളയകാലത്ത് ഉപദേശിച്ച പുരാണമാണ് വേദസാരമായിരിക്കുന്ന മത്സ്യപുരാണം. ആ കഥ പറഞ്ഞ് ആ മത്സ്യമൂർത്തിയായ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ശുകബ്രഹ്മർഷി കഴിഞ്ഞ സ്കന്ധം അവസാനിപ്പിച്ചത്. ഇപ്പം നമ്മൾ പുതിയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. 24 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായം വൈവസ്വത മനുവിന്റെ വംശ ആവലിയെ ആരംഭിക്കുന്നു. ആ വൈവസ്വത മനുവിന്റെ വംശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതികളിലൂടെയാണ് സൂര്യവംശവും സോമവംശവും ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ സോമവംശത്തിന്റെ ഉൽപ്പത്തി കാരണമായിട്ടുള്ള ഇളാ ഉപാഖ്യാനം, അതാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം.
ഒന്നാം അധ്യായത്തിലെ പ്രധാന വിഷയം ഏതാണ് ചോദിച്ചാൽ ഇളോപാഖ്യാനം എന്ന് പറയാം. ഇളയെ സംബന്ധിച്ച കഥ. ആരാണ് ഇള? വൈവസ്വത മനുവിന്റെ ആദ്യത്തെ പുത്രിയാണ് ഇള. പുത്രനുമാണ്. പുത്രീ പുത്രഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് വന്നു ചേരുന്നത് നമുക്ക് കഥയിലൂടെ കാണാം. അങ്ങനെ ഈ ഇളയുടെ പുത്രനായിട്ടാണ്, ഇളയ്ക്കും ബുധനും കൂടി, ബുധൻ ചന്ദ്രന്റെ പുത്രനാണ്. ചന്ദ്രന് ബൃഹസ്പതിയുടെ പത്നിയായ താരയിൽ ഉണ്ടാകുന്ന സന്തതിയാണ് ബുധൻ. ആ കഥയൊക്കെ നമുക്ക് ഈ നവമസ്കന്ധത്തിൽ പിന്നീട് കാണും. അപ്പോൾ ആ ബുധൻ വളരെ ബുദ്ധിമാനും മഹാസുന്ദരനുമായിട്ടുള്ള ചന്ദ്രപുത്രനായ സോമപുത്രനായ ആ ബുധൻ ഇളയെ വിവാഹം കഴിക്കുന്നു. ആ ഇളയും ബുധനുമായിട്ടുണ്ടാകുന്ന ആദ്യ പുത്രനാണ് പുരൂരവസ്. ആ പുരൂരവസിന്റെ വംശമാണ് പിന്നീട് ചന്ദ്രവംശം എന്ന് അറിയപ്പെടുന്നത്. ചന്ദ്രന്റെ പൗത്രനാണല്ലോ പുരൂരവസ്. ചന്ദ്രന്റെ പുത്രൻ ബുധൻ, ബുധന്റെ പുത്രൻ പുരൂരവസ്. ആ വംശം ഇപ്പോ ഈ ഒന്നാം അധ്യായത്തിൽ പറയുന്നില്ല, പിന്നീട് 14-ാം അധ്യായം മുതൽക്ക് തുടരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മനുവിന്റെ ഇക്ഷ്വാകു മുതലായ 10 പുത്രന്മാരുടെ വംശങ്ങളാണ് 13 അധ്യായങ്ങളിൽ 12 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിക്കുക. 2 മുതൽ 13 വരെയുള്ള 12 അധ്യായങ്ങളെ കൊണ്ട് ഇക്ഷ്വാകു മുതൽ 10 പുത്രന്മാരുടെ വംശം. അതിൽ ഇക്ഷ്വാകുവിന്റെ വംശം അവസാനം പറയുകയാണ്, കാരണം അത് വിസ്തരിക്കാനുണ്ട്. ബാക്കിയുള്ള മക്കളുടെ കഥയാണ് ആദ്യം പറയുക. നമുക്കിപ്പോ ഇളോപാഖ്യാനം വരുന്ന 1-ാം അധ്യായം ആരംഭം തൊട്ട് കാണാം. നമുക്കിതൊന്നും ഭാഗവത സപ്താഹങ്ങളിൽ കേൾക്കാൻ പറ്റാറില്ല. കാരണം ശ്രീകൃഷ്ണാവതാരത്തിന് മുമ്പുള്ള ഉച്ചനേരത്ത് ഈ 24 അധ്യായം വായിക്കാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ. ഇതിനെ ഒന്ന് സംഗ്രഹിച്ച് അംബരീഷ ചരിതം, ശ്രീരാമാവതാരം, പരശുരാമചരിതം, യയാതി ചരിതം, രന്തിദേവ ചരിതം, ഇങ്ങനെയുള്ള ചില ചരിതങ്ങൾ ഇങ്ങനെ തൊട്ടു പോകും. വിസ്തരിച്ചൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ കഥ മുഴുവൻ മുക്കും. അതേ വഴിയുള്ളൂ. സപ്താഹത്തിൽ മുക്കലേ വഴിയുള്ളൂ. മുക്കിക്കളയും. ആർക്കും സാധിക്കില്ല. ഒരാചാര്യനും ഇതെല്ലാം വിസ്തരിച്ച് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ മാത്രമേ നവമസ്കന്ധമൊക്കെ വിശദമായി കേൾക്കാൻ കഴിയുള്ളൂ, ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. നാരായണീയത്തിലും ഇതിലുള്ള കഥകളൊന്നും ചിലതൊന്നും സ്പർശിച്ചിട്ടേയില്ല, കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഭാഗവതം നവമസ്കന്ധം നമ്മൾക്ക് വളരെയധികം ജിജ്ഞാസ ജനിപ്പിക്കുന്ന, അറിയാൻ കൊതിയുള്ള ആ ഒരു സ്കന്ധമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കേൾക്കുക. ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമസ്കന്ധേ പ്രഥമോധ്യായഃ. രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി ശ്രുതാനി മേ വീര്യാണ്യനന്തവീര്യസ്യ ഹരേഃ തത്ര കൃതാനി ച യോऽസൗ സത്യവ്രതോ നാമ രാജർഷിർ ദ്രവിഡേശ്വരഃ ജ്ഞാനം ജ്യോതിതകൽപ്പാന്തേ ലേഭേ പുരുഷസേവയാ സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീദിതി ശ്രുതം ത്വത്തസ്തസ്യ സുതാശ്ചോക്താ ഇക്ഷ്വാകു പ്രമുഖാ നൃപാഃ തേഷാം വംശം പൃഥക് ബ്രഹ്മൻ വംശ്യാനുചരിതാനി ച കീർത്തയസ്വ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹിനഃ
യേ ഭൂതാ യേ ഭവിഷ്യാശ്ച ഭവന്തി അദ്യതനാശ്ച യേ തേഷാം നഃ പുണ്യകീർത്തീനാം സർവേഷാം വദവിക്രമാൻ. ആദ്യത്തെ 5 ശ്ലോകങ്ങള് പരീക്ഷിത് രാജാവിന്റെ ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി ശ്രുതാനി മേ വീര്യാണ്യനന്തവീര്യസ്യ ഹരേഃ തത്ര കൃതാനി ച. ആമുഖമായി രാജാവ് ശുകബ്രഹ്മർഷിയോട് പറയുകയാണ്, മന്വന്തരാണി സർവാണി ത്വയാ ഉക്താനി ശ്രുതാനി മേ. അപ്പൊ ത്വയാ അങ്ങയാൽ, ശ്രീശുക ബ്രഹ്മർഷിയാൽ എന്നർത്ഥം. അങ്ങയാൽ സർവാണി മന്വന്തരാണി ഉക്താനി, എല്ലാ മന്വന്തരങ്ങളെ കുറിച്ചും പറയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ അധ്യായം, കഴിഞ്ഞ സ്കന്ധം മന്വന്തരാനുചരിതമാണ്. അതിൽ 14 മന്വന്തരങ്ങളെ കുറിച്ച് വിശദീകരിച്ചു അല്ലെ. ആരാണ് 14 മന്വന്തരങ്ങളിൽ? മനുക്കൾ, മനുപുത്രന്മാർ, ദേവന്മാർ, ഇന്ദ്രൻ, സപ്തർഷികൾ, ഭഗവാന്റെ അവതാരം. ഇങ്ങനെ എന്താണ് മന്വന്തര ധർമ്മങ്ങൾ, ഇവരുടെ മന്വന്തര ഷക്കത്തിലുള്ള ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ എന്താണ്, ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ത്വയാ ഉക്താനി സർവാണി മന്വന്തരാണി. അതിന്റെ ഒപ്പം അനന്തവീര്യസ്യ ഹരേഃ തത്ര കൃതാനി വീര്യാണി ച. ഭഗവാൻ അനന്തവീര്യനാണ്. അദ്ദേഹത്തിന്റെ വീര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ശക്തിക്ക്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് ഒരു ആദിയും അന്തവുമില്ല. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. വിഷ്ണുവിന്റെ വീര്യങ്ങളെ, വിഷ്ണുവിന്റെ പരാക്രമങ്ങളെ ആരാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശക്തരായി തീരുക? വേണമെങ്കിൽ ഭൂമിയിലുള്ള മൺതരികളെയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്താം. എങ്കിലും ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ പ്രവൃത്തികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അത് തന്നെയാണ് അനന്തവീര്യാണി. അനന്തവീര്യസ്യ ഹരേഃ, ആ ഹരിയുടെ തത്ര കൃതാനി വീര്യാണി, അതാത് മന്വന്തരങ്ങളിൽ ചെയ്യപ്പെട്ട വീര്യങ്ങളെ, ലീലകളെ, പരാക്രമങ്ങളെ മേ ശ്രുതാനി, എന്നാൽ ശ്രവിക്കപ്പെട്ടു. മയാ ശ്രുതാനി, മേ എന്നുള്ളത് മയാ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങയാൽ പറയപ്പെട്ടു, എന്നാൽ കേൾക്കപ്പെട്ടു, ഞാൻ കേട്ടു, നന്നായി ശ്രവിച്ചു. എന്നിട്ടോ യോസൗ സത്യവ്രതോ നാമ രാജർഷിഃ ദ്രവിഡേശ്വരഃ ജ്ഞാനം യോ അതീതകൽപാന്തേ ലേഭേ പുരുഷസേവയാ. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ അവസാനം മത്സ്യാവതാര ചരിതം പറഞ്ഞു. അതിലൊരു രാജാവിനെ കുറിച്ച് പറഞ്ഞു. സത്യവ്രതോ നാമ രാജർഷിഃ. യഹ അസൗ സത്യവ്രതോ നാമ രാജർഷിഃ. ഏതൊരുവനാണോ സത്യവ്രതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജർഷി, ദ്രവിഡേശ്വരഃ, ദ്രവിഡദേശങ്ങളുടെ ഈശ്വരൻ, പാണ്ഡ്യദേശത്തിന്റെ അധിപൻ. അദ്ദേഹത്തിന് ജ്ഞാനം യോ അതീതകൽപാന്തേ ലേബേ പുരുഷസേവയ. ഏതൊരു രാജർഷിയായ സത്യവ്രത ആണോ പുരുഷസേവയ ഭഗവത് സേവയ, മത്സ്യരൂപിയായ ഭഗവാനെ സേവിച്ചതുകൊണ്ട് അതീതകൽപാന്തേ ജ്ഞാനം ലേഭേ, കഴിഞ്ഞ കൽപ്പത്തിന്റെ അവസാന കാലത്ത്, പ്രളയകാലത്ത് ജ്ഞാനം ലേഭേ, ഭഗവാനിൽ നിന്ന് തന്നെ സാക്ഷാത്തായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ, വേദങ്ങളുടെ മുഴുവൻ ജ്ഞാനം ലഭിച്ചു. മത്സ്യപുരാണം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ജ്ഞാനഭണ്ഡാരം ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ സേവ കൊണ്ട് ലഭിച്ചുവല്ലോ. ആ കഥ അവസാനം പറഞ്ഞ മത്സ്യാവതാര ചരിതത്തിലെ കഥയെ സൂചിപ്പിച്ചതാണ്. യോസൗ സത്യവ്രതോ നാമ രാജർഷിഃ ദ്രവിഡേശ്വരഃ ജ്ഞാനം യോ അതീതകൽപാന്തേ ലേഭേ പുരുഷസേവയാ. സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീദിതി ശ്രുതഃ ഇതി ശ്രുതം ത്വത്തസ്തസ്യ സുതാശ്ചോക്താ ഇക്ഷ്വാകുപ്രമുഖാ നൃപാഃ. സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീദിതി ശ്രുതം. സ വൈ, അവൻ തന്നെയാണ്
വിവസ്വതഃ പുത്രഃ മനുഃ ആസീദിതി ശ്രുതം. വിവസ്വതഃ, വിവസ്വാൻ സൂര്യൻ, സൂര്യന്റെ പുത്രൻ. വിവസ്വതഃ പുത്രഃ എന്താ? മനുഃ, വൈവസ്വത മനുഃ. ആസീദിതി ആയിരുന്നു, അല്ലെങ്കിൽ ഭവിച്ചിരിക്കുന്നു. ഇതി ശ്രുതം എന്ന് കേട്ടു ഞാൻ. അങ്ങനെ തന്നെ മത്സ്യാവതാര ചരിതം പറഞ്ഞപ്പോഴും അവസാനം പറഞ്ഞു, ഇവൻ തന്നെയാണ്, ഈ സത്യവ്രത രാജാവ് തന്നെയാണ് വൈവസ്വത മനുവായി ഭവിച്ചത്. ഈ കൽപ്പത്തിൽ, അസ്മിൻ കൽപ്പേ, കൽപ്പേസ്മിൻ വൈവസ്വതോ മനു ഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. ത്വത്തഃ തസ്യ സുതാഃ ച ഉക്താഃ ഇക്ഷ്വാകു പ്രമുഖാ നൃപാ. ത്വത്തഃ അങ്ങയിൽ നിന്ന്, ഫ്രം യു ആണ് ത്വത്തഃ, ത്വദീയാത് അങ്ങയിൽ നിന്ന്, തസ്യ സുതാഃ ച ഉക്താഃ അവന്റെ പുത്രന്മാർ പറയപ്പെട്ടതും ഞാൻ കേട്ടു. ശ്രുതം, മയാ ശ്രുതം. ആരൊക്കെയാണത്? ഇക്ഷ്വാകു പ്രമുഖ നൃപാഹ, ഇക്ഷ്വാകു മുതലായ രാജാക്കന്മാർ. അപ്പൊ എപ്പോഴാണത് പറഞ്ഞത്? ഈ വൈവസ്വത മനുവിന്റെ പുത്രന്മാരായി ഇക്ഷ്വാകു മുതലായ രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അഷ്ടമസ്കന്ധത്തിൽ 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ. 13-ാം അധ്യായം ആരംഭിച്ചത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? 13-ാം അധ്യായത്തില് ആദ്യത്തെ ശ്ലോകം ശ്രീശുക ഉവാച മനുർവിവസ്വതഃ പുത്രഃ ശ്രാദ്ധദേവ ഇതി ശ്രുതഃ സപ്തമോ വർത്തമാനോ യഃ തദപത്യാനി മേ ശൃണു. വിവസ്വാന്റെ പുത്രനായ വൈവസ്വത മനുവാണ് 8-ാമത്തെ മനു. അദ്ദേഹത്തിന്റെ പുത്രന്മാരെ കുറിച്ച് കേട്ടോളൂ. ഇക്ഷ്വാകുഹു നഭഗഃ ദൃഷ്ടഃ ശര്യാദിഃ നരിഷ്യന്തോ നാഭാഗഃ ദിഷ്ടഃ കരൂഷഃ പൃഷദ്രശ്ച വസുമാൻ മനോർവൈവസ്വതസ്യൈതേ ദശപുത്രാഃ പരന്തപ. ഇപ്പൊ വൈവസ്വത മനുവിന്റെ 10 പുത്രന്മാരാകുന്നു ഇവർ എന്ന് പറഞ്ഞ് ഇക്ഷ്വാകു പ്രമുഖന്മാരെ 13-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചതിനെ ഓർത്ത് പറയുകയാണ് ആര്? പരീക്ഷിത് രാജാവ് ശുകബ്രഹ്മർഷിയുടെ. ത്വത്തഃ തസ്യ സുതാശ്ച ഉക്താഃ ഇക്ഷ്വാകു പ്രമുഖാ നൃപാഃ. അങ്ങയാൽ, അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുത്രന്മാരായി ഇക്ഷ്വാകു പ്രമുഖന്മാരാകുന്ന രാജാക്കന്മാർ പറയപ്പെട്ടുവല്ലോ, അതും ഞാൻ കേട്ടു. ഐ ഹാവ് ലിസൺ ടു യു, ഐ ഹാവ് ഹേർഡ് ഫ്രം യു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങയിൽ നിന്ന് ശ്രവിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സിലായി. തേഷാം വംശം പൃഥക് ബ്രഹ്മൻ വംശ്യാനുചരിതാനി ച കീർത്തയസ്വ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹി നഃ. തേഷാം വംശം പൃഥക് ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, അല്ലയോ സർവജ്ഞനായ ശ്രീശുക ബ്രഹ്മർഷേ, തേഷാം വംശം, അദ്ദേഹത്തിന്റെ വംശത്തെ, ആ വൈവസ്വത മനുവിന്റെ മക്കളുടെ വംശത്തെ, 10 മക്കളുടെയും വംശത്തെ പൃഥക്, വേറെ വേറെയായിട്ട് എടുത്തെടുത്ത് പറയണം. ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് പറയരുത്. ആ ശാഖാക്രമത്തിൽ, ദായക്രമത്തിൽ, പരമ്പരാക്രമത്തിൽ ഞങ്ങൾക്ക് വേർതിരിച്ച് പൃഥക്കായി പറഞ്ഞു തരണം. വംശ്യാനുചരിതാനിച്ച്, അവരുടെ വംശ അനുചരിതങ്ങൾ, വംശ്യന്മാരുടെ ക്രമത്തിലുള്ള ചരിതം, പിന്മുറക്കാരുടെ ചരിതം, അത് ഞങ്ങൾക്ക് കേൾക്കണം. കീർത്തയസ്വ മഹാഭാഗ, അല്ലയോ പുണ്യാത്മാവേ, മഹാഭാഗ്യവാനായ സുഹൃതിയായിരിക്കുന്ന സുഖബ്രഹ്മർഷേ, അത് ഞങ്ങൾക്കായിക്കൊണ്ട് കീർത്തയസ്വ നഹ കീർത്തയസ്വ, ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? നിത്യം ശുശ്രൂഷതാം ഹി നഹ, നിത്യം എല്ലായ്പ്പോഴും ശുശ്രൂഷതാം, ശ്രവണേച്ഛ ഉള്ളവരായിട്ടുള്ള ഞങ്ങൾക്കായിക്കൊണ്ട്. ശ്രോതുമിച്ഛാ ശുശ്രൂഷ, അപ്പൊ വളരെ ഈ വംശചരിതങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യമുള്ളവരായ ഞങ്ങൾക്ക് ഭഗവാന്റെ സൂര്യവംശത്തിന്റെ ആ വംശാനുചരിതത്തെ, വൈവസ്വത മനുവിന്റെ വംശങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് കേൾക്കാൻ അതിയായ ശുശ്രൂഷയുണ്ട്, താല്പര്യമുണ്ട് എന്ന് തങ്ങളുടെ താല്പര്യത്തെ പ്രകടിപ്പിച്ചു. യേ ഭൂതായേ ഭവിഷ്യാശ്ച ഭവന്ത്യദ്യതനാശ്ച യേ
തേഷാം നഹ പുണ്യകീർത്തീനാം സർവേഷാം വദവിക്രമാൻ. വിസ്തരിച്ച് ചോദ്യം ചെയ്യണം. ഏ ഭൂതാഹ, ആരൊക്കെയാണോ മുമ്പുണ്ടായിരുന്നവർ, കഴിഞ്ഞുപോയവർ. ഈ വൈവസ്വത മനുവിന്റെ വംശത്തിൽ ഇപ്പൊ 28ാമത്തെ ചതുർയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ കലിയുഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷത്ത് രാജാവ് സുഖബ്രഹ്മർഷിയിൽ നിന്ന് കഥ കേൾക്കുമ്പോൾ അപ്പൊ 28ാമത്തെ കലിയുഗമാണ്. അപ്പൊ അതിനു മുമ്പ് 28 ചതുർയുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ വൈവസ്വത മനുവിന്റെ വംശം ഇത്രയും കാലം ആരൊക്കെ ഉണ്ടായിരുന്നു? അതാണ് ഏ ഭൂതാഹ, പാസ്റ്റ് കഴിഞ്ഞുപോയവരായിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രവും, ഏ ഭവിഷ്യാശ്ച ഇനി വരാനിരിക്കുന്ന രാജാക്കന്മാരുടെ ചരിത്രവും. ഇപ്പോഴുള്ളത് 28ാമത്തെ കലിയുഗമാണ്. ഇനി വരാനിരിക്കുന്ന ചതുർയുഗങ്ങളിലും ഈ മന്വന്തരത്തിൽ വൈവസ്വത മനുവിന്റെ അന്തരത്തിൽ ഇനി വരാനിരിക്കുന്ന ഇവരുടെ വംശചരിതങ്ങളും അതും പറഞ്ഞു തരണം. മാത്രമല്ല ഭവന്തി അദ്യതനാശ്ചയേ, ഏ അദ്യതനാഹ ഭവന്തി, ഈ ഞാൻ അങ്ങയിൽ നിന്ന് ഈ കഥകൾ കേൾക്കുന്ന സമയം, പ്രസന്റ് വർത്തമാനം, അതാണ് അദ്യതനം. അദ്യതനം എന്ന് പറഞ്ഞാല് ഇന്നുള്ളവർ, ഇപ്പൊ നിലവിലുള്ളവർ, അവരുടെ കഥയും ഏ അദ്യതനാഹ ഭവന്തി, ആരൊക്കെയാണോ അദ്യതനന്മാരായി ഭവിക്കുന്നത്, തേഷാം പുണ്യകീർത്തീനാം സർവേഷാം വിക്രമാൻ നഹ വദ, തേഷാം അവരുടെ പുണ്യകീർത്തീനാം, അവരൊക്കെ പുണ്യകീർത്തിയുള്ളവരാണ്. ആരുടെ കീർത്തി കേട്ടാലാണോ നമുക്ക് പുണ്യമുണ്ടാവുക, ആരുടെ ശ്രേഷ്ഠങ്ങളായ കഥകൾ നമ്മളെയും ശുദ്ധീകരിക്കുമോ, അങ്ങനെയുള്ള സർവേഷാം തേഷാം പുണ്യകീർത്തീനാം വിക്രമാൻ. വിക്രമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വിക്രമങ്ങളെ, അവരുടെ പരാക്രമങ്ങളെ, അവരുടെ ധാർമ്മികമായ പ്രവൃത്തികളെ എല്ലാം തന്നെ നഹവദ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോ വിസ്തരിച്ചാണ് ചോദ്യം. ഈ വൈവസ്വത മനുവിന്റെ മക്കൾ 10 പേരെ പറഞ്ഞുവല്ലോ. അവരുടെ വംശ അനുചരിതത്തെ, ഭൂതം വർത്തമാനം ഭാവി ഉള്ള രാജാക്കന്മാരുടെ മുഴുവൻ ചരിത്രങ്ങളും കേൾക്കാൻ അതിയായ കൊതിയുള്ളവരാണ് ഞങ്ങൾ. വിസ്തരിച്ച് കേൾപ്പിക്കണം എന്ന് ശ്രീ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് രാജാവ് തന്റെ ശുശ്രൂഷയെ പ്രകടിപ്പിച്ചു. ഇത് കേട്ട ശുഖബ്രഹ്മർഷിക്ക് സന്തോഷമായി. അദ്ദേഹം കഥ ആരംഭിക്കുന്നു എന്ന് സൂതൻ പറഞ്ഞു തുടങ്ങുന്നു. സൂത ഉവാച ഏവം പരീക്ഷിതാ രാജ്ഞാ സദസി ബ്രഹ്മവാദിനാം പൃഷ്ടഃ പ്രോവാച ഭഗവാൻ ശുകഃ പരമധർമ്മവിത്. സൂത ഉവാച ഏവം പരീക്ഷിതാ രാജ്ഞാ സദസി ബ്രഹ്മവാദിനാം പൃഷ്ടഃ പ്രോവാച ഭഗവാൻ ശുകഃ പരമധർമ്മവിത്. സൂതൻ ശൗനകാദികളോട് തുടരുകയാണ്. ഏവം ഇപ്രകാരം പരീക്ഷിതാ രാജ്ഞാ പൃഷ്ടഃ, പരീക്ഷിത്ത് രാജാവിനാൽ പ്രശ്നം ചെയ്യപ്പെട്ടവൻ. ആരാണ് പ്രശ്നം ചെയ്യപ്പെട്ടവൻ? ഭഗവാൻ ശുകഃ. പൃഷ്ടഃ ഭഗവാൻ ശുകഃ, ആ സർവജ്ഞനായ ശുഖബ്രഹ്മർഷി. അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു പരമധർമ്മവിത്ത്, ആ പരമധർമ്മത്തെ അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ ശുകഃ. പരമധർമ്മം എന്താണ്? ഭഗവത് ആരാധനം തന്നെയാണ്, ഭഗവത് പ്രാപ്തിയാണ്. ഭഗവത് പ്രാപ്തിക്കുള്ള സകല ഉപായങ്ങളും പരമധർമ്മം തന്നെയാണ്. അപ്പോ ആ പരമധർമ്മവിത്തായ ശ്രീശുഖബ്രഹ്മർഷി പ്രോവാച, പ്രകർഷേണ ഉവാച, നന്നായി പറഞ്ഞു കൊടുത്തു. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? എവിടെ വെച്ചാണ് ഉത്തരം പറഞ്ഞത്? ബ്രഹ്മവാദിനാം സദസി. ആ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവിന് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഗംഗാതീരത്ത് ഹരിദ്വാരത്ത് അനേക വേദജ്ഞന്മാരായ ഋഷീശ്വരന്മാരുണ്ട്. അതാണ് അവരുടെ സദസ്സിൽ വെച്ച് ആരൊക്കെയാ വന്നു ചേർന്നതെന്നുള്ളത് നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ 18ാം അധ്യായത്തിൽ കണ്ടതാണ്. 19ാം അധ്യായത്തിൽ. അപ്പോ ആ ബ്രഹ്മവാദികൾ, വേദം പറയുന്നവരായ ഋഷീശ്വരന്മാരുടെ സദസ്സിൽ വെച്ച് ശുഖബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവിനോട് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട്
ഈ സൂര്യവംശ കഥയെ പറയുവാൻ ആരംഭിച്ചു. ഏവം പരീക്ഷിതാരാജ്ഞാ സദസി ബ്രഹ്മവാദിനാം പൃഷ്ടഃ പ്രോവാച ഭഗവാൻ ശുകഃ പരമധർമ്മവിത്. ശ്രീശുക ഉവാച ശ്രൂയതാം മാനവോ വംശഃ പ്രാചുര്യേണ പരന്തപ ന ശക്യതേ വിസ്തരതോ വക്തും വർഷശതൈരപി. ശ്രീശുക ഉവാച ശ്രൂയതാം മാനവോ വംശഃ പ്രാചുര്യേണ പരന്തപ ന ശക്യതേ വിസ്തരതോ വക്തും വർഷശതൈരപി. ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, ഹേ പരന്തപ, അല്ലയോ ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ പരീക്ഷത്ത് രാജാവേ. ഏതാണ് ഇവിടെ യഥാർത്ഥ ശത്രുക്കൾ? അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളാകുന്ന ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളെ വേണ്ട പോലെ അടക്കിയവൻ, അവനാണ് പരന്തപൻ. അപ്പൊ ഹേ പരീക്ഷിത്ത് രാജാവേ, മാനവഃ വംശഃ പ്രാചുര്യേണ ശ്രൂയത. മാനവഃ വംശഃ, മനുവിന്റെ വംശം. മാനവൻ എന്നാൽ മനുവിനെ സംബന്ധിച്ചത്. അപ്പൊ മനുവിന്റെ വൈവസ്വത മനുവിന്റെ വംശത്തെ പ്രാചുര്യേണ ശ്രൂയത. പ്രാചുര്യേണ എന്ന് പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ടത് മാത്രം കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാചുര്യം, പ്രധാനമായത്. പ്രചുരം, പ്രാചുര്യം എന്നൊക്കെ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്, പ്രധാനപ്പെട്ടത്, എടുത്തു പറയേണ്ടത്, അതിനെ കേട്ടാലും ശ്രൂയത. കാരണം എന്താ? ന ശക്യതേ വിസ്തരതോ വക്തും വർഷശതൈരപി. വർഷശതൈരപി, 100 വർഷങ്ങൾ കൊണ്ട് പറഞ്ഞാലും വിസ്തരത വക്തും ന ശക്യത, വിസ്തരിച്ച് പറയാൻ സാധ്യമല്ല. ഈ സൂര്യവംശത്തിന്റെ അല്ലെങ്കിൽ മനുവിന്റെ വംശത്തിന്റെ ചരിത്രം വിസ്തരിച്ച് പറയാൻ 100 സംവത്സരം ഉണ്ടെങ്കിൽ പോലും പോരാ. അങ്ങനെയാണെങ്കിൽ ആയുസ് 7 ദിവസമേ ഉള്ളൂ. അതിൽ 4ാമത്തെ ദിവസമാണത്. ഇനിയും 3 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വിസ്തരിച്ച് കേൾക്കാൻ സാധ്യമല്ല, വിസ്തരിച്ച് പറയാൻ 100 വർഷം കൊണ്ടും സാധ്യമല്ല. ചുരുക്കി പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ചരിതങ്ങൾ മാത്രം പറയാം എന്ന് പറയണം. കേട്ടോളൂ, ശ്രദ്ധയോടെ കേട്ടോളൂ. ശ്രൂയതാം മാനവോ വംശഃ പ്രാചുര്യേണ പരന്തപ ന ശക്യതേ വിസ്തരതോ വക്തും വർഷശതൈരപി. പരാവരേഷാം ഭൂതാനാം ആത്മാ യഃ പുരുഷഃ പരഃ സ ഏവാസീത് ഇദം വിശ്വം കൽപ്പാന്തെ അന്യം ന കിഞ്ചന. പരാവരേഷാം ഭൂതാനാം ആത്മാ യഃ പുരുഷഃ പരഃ സ ഏവാസീത് ഇദം വിശ്വം കൽപ്പാന്തെ അന്യം ന കിഞ്ചന. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ മാത്രമല്ല, കേൾക്കുന്ന സദസ്സിലുള്ള ആളുകളെ മാത്രമല്ല, ശൗനകാദികളെ മാത്രമല്ല, ഏതു കാലത്ത് ഭാഗവതം കേൾക്കുന്നവരുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണം, ആദികാരണം ഭഗവാനാണെന്നുള്ളതായിട്ടുള്ള തത്വത്തെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നു. ജന്മാദ്യസ്യ യതഃ, അതാണല്ലോ ഭാഗവത ആരംഭം. അസ്യ ജന്മാദി യതഃ, യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തതം. ഇതാണ് വേദങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. ഇതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഈ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഈ കാണുന്ന പ്രപഞ്ചം അത് ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈശ്വര സ്വരൂപം തന്നെയാണ്. ഈശാവാസ്യമിതം സർവം പുരുഷ ഏവ ഇദകം സർവം. അപ്പൊ അവിടുന്നാണ് തുടക്കം, അല്ലാതെ ഇടയിൽ പിടിച്ച് പറയുകയല്ല, ആദ്യം തൊട്ട് പറയാണ് കഥ. പരാവരേഷാം ഭൂതാനാം ആത്മാ യഃ പുരുഷഃ പരഃ. പരാവരേഷാം ഭൂതാന, പരങ്ങളും അവരങ്ങളുമായ. പരങ്ങൾ ഉയർന്നത്, ശ്രേഷ്ഠങ്ങൾ; അവരങ്ങൾ താഴ്ന്നത്, നികൃഷ്ടങ്ങൾ. അപ്പൊ ചെറുതും വലുതും ഒക്കെ ആയിരിക്കുന്ന ഉച്ചനീചങ്ങളായ സകല ഭൂതങ്ങൾക്കും, ഭൂതങ്ങൾ സൃഷ്ടിജാലങ്ങൾ,
അവയുടെയൊക്കെ ആത്മ, അവയുടെയൊക്കെ സത്യം, അവയുടെയൊക്കെ സത്ത, അവയൊക്കെ നിലനിർത്തുന്നതായിട്ടുള്ള സബ്സ്ട്രാറ്റം, അതാണ് ആത്മാ. അപ്പൊ എല്ലാറ്റിന്റെയും ആത്മാവായിരിക്കണം പരഹ പുരുഷ യഹ. ആ പരനായ പുരുഷൻ ആരാണോ, ആദിയിലുണ്ടായിരുന്ന പുരുഷൻ, പരമകാരണരൂപനായിട്ടുള്ള പുരുഷൻ, അവൻ ആരാണോ സഹയേവ, അവൻ തന്നെയാണ് കൽപ്പാന്തേ ഇതം വിശ്വം ആസീത്. ഇവിടെ കൽപ്പാന്തേ എന്നുള്ള അർത്ഥത്തിന് പ്രളയാന്തേ എന്ന അർത്ഥത്തിൽ എടുക്കണം. കൽപ്പം കഴിഞ്ഞ് പ്രളയകാലത്തും ആ പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിച്ചപ്പോഴും ഇതം വിശ്വമാസീത്, ഈ ലോകമായിട്ട് ഭവിച്ചു. അന്യത് കിഞ്ചന, അന്യത്തായിട്ട് വേറൊന്നുമില്ല, വേറൊരാളും പാർട്ട്ണർഷിപ്പില്ല ഈ ബിസിനസ്സിൽ. ഭഗവാൻ ഏകനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഇതിന്റെ എല്ലാ പ്രവൃത്തികളും വൺ മാൻ ഷോ ആണ്. നോബഡി എൽസ് ടു സപ്പോർട്ട് ഹിം. ഒരാളും ഷെയർ ഇല്ല ഭഗവാന്റെ ഈ പ്രപഞ്ച സൃഷ്ടിയാകുന്ന വ്യാപാരത്തില്. അതാണ് അന്യത് കിഞ്ചന ന, അന്യത്തായിട്ട് അല്പം പോലും ഇല്ല. അപ്പൊ ഈ എല്ലാമായിരുന്നത് പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചു, സൃഷ്ടികാലത്ത് ഭഗവാൻ തന്നെ ആയിരുന്നു എല്ലാം. അപ്പോ സയേവ ആസീദിതം വിശ്വം കൽപ്പാന്തേ അന്യത് ന കിഞ്ചന, വേറൊന്നുമില്ല. അപ്പൊ ഏക കാരണം പരമപുരുഷനായ ഭഗവാനാകുന്നു. തസ്യ നാഭേഹേ സമഭവത് പത്മകോശോ ഹിരൺമയഃ തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. തസ്യ നാഭേഹേ സമഭവത് പത്മകോശോ ഹിരൺമയഃ തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. തസ്യ, ആ പരമപുരുഷനെ തന്നെ ആദിനാരായണൻ, ആദികേശവൻ എന്നൊക്കെ വിളിക്കാം. ആ ആദികേശവന്റെ നാഭേഹേ, നാഭിയിൽ നിന്ന് സമഭവത് സംഭവിച്ചു, ഉത്ഭവിച്ചു, ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ചു. എന്ത്? ഹിരൺമയഃ പത്മകോശഃ, സ്വർണമയമായിട്ടുള്ളൊരു താമരമുട്ട്. പത്മകോശം താമരമുട്ട്. ഈ ലോകത്തിന്റെ പ്രതീകം തന്നെയാണ് ആ താമര, ലോകരൂപമായ താമര. ലോകത്തിന്റെ സർവ്വ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ആ താമര. അപ്പോ അത് ഹിരൺമയഃ, തേജോമയഃ, നല്ലതുപോലെ പ്രകാശിക്കുന്ന സ്വർണം പോലെ തിളങ്ങുന്ന ആ താമരമുട്ട് ഭഗവാന്റെ നാരായണന്റെ നാഭിയിൽ നിന്ന് സംഭവിച്ചു. തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. തസ്മിൻ, ആ താമരയിൽ, ആ പത്മകോശേ എന്നർത്ഥം. ഹേ മഹാരാജ, അല്ലയോ പരീക്ഷിത് രാജാവേ, ജജ്ഞേ, ജാതനായി, ആരാ? ചതുരാനനഃ, 4 മുഖമുള്ളവനായ സ്വയംഭൂ, ആ ബ്രഹ്മദേവൻ, ഹിരണ്യഗർഭൻ, ബ്രഹ്മദേവൻ എന്നൊക്കെ പറയുന്ന വിരിഞ്ചൻ സ്വയംഭൂ, ഈ ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്ന് ഉത്ഭവിച്ചു. ജജ്ഞേ, തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. എന്നിട്ടോ മരീചിർമനസസ്തസ്യ ജജ്ഞേ തസ്യാപി കശ്യപഃ ദാക്ഷായണ്യാം തതോ ആദിത്യാം വിവസ്വാനഭവത്സുതഃ. മരീചിർമനസസ്തസ്യ ജജ്ഞേ തസ്യാപി കശ്യപഃ ദാക്ഷായണ്യാം തതോ ആദിത്യാം വിവസ്വാനഭവത്സുതഃ. ആ ബ്രഹ്മദേവൻ സ്വയംഭൂ, അദ്ദേഹത്തിന്റെ മനസഃ, തസ്യ മനസഃ മരീചിഃ ജജ്ഞേ, അവന്റെ മനസ്സിൽ നിന്ന് മരീചി ഉത്ഭവിച്ചു. മരീചി എന്ന പ്രജാപതി ഉത്ഭവിച്ചു. നമ്മുടെ ആദ്യത്തെ സ്വയംഭൂവ മനുവിന്റെ, സ്വയംഭുവനായ ബ്രഹ്മദേവന്റെ എന്താ പറയുക, 10 മക്കളുണ്ടായില്ലോ, നാരദനടക്കം. ദക്ഷനും നാരദനും ഒക്കെ ആദ്യം ഉണ്ടായില്ലേ? ആ ആദ്യം ഉണ്ടായവരിൽ ഒരാളാണ് മരീചി. പുലഹൻ, പുലസ്ത്യൻ, അത്രി, വസിഷ്ഠൻ, അങ്കിരസ്, ദക്ഷൻ, നാരദൻ മുതലായവരുടെ കൂട്ടത്തിലുണ്ടായ ആളാണ് മരീചി. അപ്പൊ ആ ആദ്യ 10 പുത്രന്മാരിൽ ഒരാളായ മരീചി, ആ മരീചിയുടെ
മരീചി തസ്യ മനസഹ ജജ്ഞി, ഈ ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്ന് ജാതനാണ്. തസ്യാഭി കശ്യപ, തസ്യാഭി എന്ന് പറഞ്ഞാൽ മരീചേഹെ അഭി, ആ മരീചിയിൽ നിന്ന് കശ്യപൻ ഉണ്ടായി. മരീചിയുടെ പുത്രനാണ് കശ്യപൻ. മാരീചൻ എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. എപ്പോ അല്ലെ, നമ്മുടെ അതിഥി ചരിത്രം പറഞ്ഞപ്പോ മാരീചൻ എന്ന് പറയാൻ കാരണം മരീചിയുടെ പുത്രനായതുകൊണ്ട്. കശ്യപ പ്രജാപതി. എന്നിട്ടോ ദാക്ഷായണ്യാം തതോ ആദിത്യാം വിവസ്വാൻ അഭവത്സുതഃ, ആ കശ്യപ പ്രജാപതി ദക്ഷന്റെ 13 പുത്രിമാരെ വിവാഹം കഴിച്ചു. അത് ചാക്ഷുഷ മന്വന്തരത്തിലെ കഥ നമ്മൾ കണ്ടു 6ാം സ്കന്ധത്തില്. അതാണ് തതഃ, അനന്തരം അദ്ദേഹത്തിൽ നിന്ന്, കശ്യപനിൽ നിന്ന്, ആദിത്യാം ദാക്ഷായണ്യാം, ദാക്ഷായണിയായ അതിഥിയിൽ നിന്ന്, ദക്ഷപുത്രിയായ അതിഥിയിൽ നിന്ന്, വിവസ്വാൻ അഭവത്സുതഃ, വിവസ്വാൻ എന്ന പുത്രൻ സംഭവിച്ചു. വിവസ്വാൻ സൂര്യൻ, സൂര്യന്റെ പേരാണ്. ആദിത്യന്മാരിൽ, അതിഥിയുടെ പുത്രന്മാരിൽ ആദിത്യൻ എന്നറിയപ്പെടുന്ന പ്രമുഖനാണ് സൂര്യൻ. അപ്പോ വിവസ്വാൻ എന്നും അദ്ദേഹത്തിന് പേര്. അപ്പൊ വിവസ്വാൻ എന്ന പേരായ പുത്രനുണ്ടായി. അപ്പോ നാരായണൻ, എന്താ പറയുക, ബ്രഹ്മദേവൻ, മരീചി, കശ്യപൻ, വിവസ്വാൻ. ഇനി വിവസ്വാന്റെ പുത്രനായി വൈവസ്വതൻ, ശ്രാദ്ധദേവൻ നിന്ന് മനു ഉണ്ടാവുന്നത് പറയുന്നു. തതോ മനുഃ ശ്രാദ്ധദേവഃ സംജ്ഞായാമാസ ഭാരത, ശ്രദ്ധായാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ. തതോ മനുഃ ശ്രാദ്ധദേവഃ സംജ്ഞായാം ആസ ഭാരത, ശ്രദ്ധായാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ. തതഃ മനുഃ ശ്രാദ്ധദേവഃ സംജ്ഞായാം ആസ ഭാരത. ഹേ പരീക്ഷിത്ത് രാജാവേ, ഭാരത എന്നുള്ളത് ഭരതവംശജനായ പരീക്ഷിത്തേ എന്ന് ശുകബ്രഹ്മർഷി. തതഃ അനന്തരം അവനിൽ നിന്ന്, ആരിൽ നിന്ന്, വിവസ്വാനിൽ നിന്ന്, വിവസ്വതഃ ശ്രാദ്ധദേവഃ മനുഃ ആസ, ശ്രാദ്ധദേവൻ എന്ന മനു ഭവിച്ചു. ആരാണ്? അമ്മ സംജ്ഞായാം, സംജ്ഞ എന്ന പത്നിയിൽ. ആരുടെ? വിവസ്വാന്റെ, സൂര്യന്റെ ഒരു പത്നിയുടെ പേരാണ് സംജ്ഞ. അപ്പോ സൂര്യദേവന്റെ, വിവസ്വാന്റെ സംജ്ഞ എന്ന പത്നിയിൽ ശ്രാദ്ധദേവൻ എന്ന പേരോടുകൂടിയ മനു ജനിച്ചു. ആ മനുവിനെയാണ് നമ്മൾ, ശ്രാദ്ധദേവനെ തന്നെയാണ് വൈവസ്വത മനു എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പൂർവജന്മത്തിൽ, പൂർവകൽപ്പത്തിൽ സത്യവ്രത രാജാവും ആയിരുന്നു. അപ്പൊ സത്യവ്രതൻ ശ്രാദ്ധദേവനായി, വൈവസ്വതനായി അറിയപ്പെടുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ശ്രദ്ധായാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ, സഹ ആത്മവാൻ, അവൻ നല്ല ജ്ഞാനിയാണ്. ആരാ? ഈ വൈവസ്വത മനു, ആത്മവാൻ, ആത്മബോധമുള്ളവനായിട്ടുള്ള അദ്ദേഹം. ശ്രദ്ധായ, അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരാണ് ശ്രദ്ധ. വൈവസ്വത മനുവിന്റെ പത്നിയുടെ പേരാണ്, ശ്രാദ്ധദേവന്റെ പത്നിയുടെ പേരാണ് ശ്രദ്ധ. അദ്ദേഹം ദശപുത്രാൻ ജനയാമാസ, 10 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പൊ സൂര്യപുത്രനായ വൈവസ്വത മനു 10 പുത്രന്മാരെ ജനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ, മനുവിന്റെ ഭാര്യയുടെ പേര് ശ്രദ്ധ. ആ 10 പുത്രന്മാരാരൊക്കെയാണെന്ന് 13ാം അഷ്ടമസ്കന്ധത്തിൽ 13ാം അധ്യായത്തിൽ പറഞ്ഞ പേരുകൾ ആവർത്തിക്കുന്നു. ഇക്ഷ്വാകു മൃഗശര്യാദി ദിഷ്ടദൃഷ്ടകരൂഷകാൻ നരിഷ്യന്തം പൃഷദ്രം ച നഭകം കവിം, നഭകം ച കവിം വിഭുഹു. അവിടെ വിഭുഹു എന്ന് പറഞ്ഞത് മനുവിനെ. സ്വയംഭൂ മനു വിഭുവാണ് അദ്ദേഹം, ശക്തനാണ്, സമർത്ഥനാണ്. ആ സമർത്ഥനായ സ്വയംഭൂ മനു 10 പുത്രന്മാരെ ജനിപ്പിച്ചു. ആ പുത്രന്മാരാരൊക്കെയാണ്? ഇക്ഷ്വാകു, നൃഗഃ, ശര്യാതി, ദിഷ്ടഃ, ദൃഷ്ടഃ, കരൂഷഃ. ഇതെല്ലാം കൂടി ചേർത്ത് ബഹുവചനമായിട്ട് ദ്വിതീയയിൽ പറഞ്ഞപ്പോഴാണ് ഇക്ഷ്വാകു നൃഗ ശര്യാതി ദിഷ്ട ദൃഷ്ട കരൂഷകാൻ ജനയാമാസ എന്ന അർത്ഥത്തിലാണ്. 6 പേരെ പറഞ്ഞു. പിന്നെ 4 പേരെ, പിന്നെ നരിഷ്യന്തം, ഏകവചനം പറഞ്ഞു, നരിഷ്യന്തനെ
പൃഷദ്രം പൃഷദ്രനെ നഭകം നഭകനെ കവിം കവിയേ. അപ്പോ നരിഷ്യന്ത പൃഷദ്ര നഭക കവിഹി, ഇതാണ് അവരുടെ നാമധേയങ്ങൾ. അങ്ങനെയുള്ള 10 പേരെ ഇദ്ദേഹം ജനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ശ്രദ്ധ, അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ശ്രാദ്ധദേവൻ. വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വത മനു എന്നറിയപ്പെടുന്നു. ഇനി അപ്പൊ 10 ആൺമക്കളുടെ കഥ പറഞ്ഞുവെങ്കിലും അതിനു മുമ്പേ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ കഥ, അതാണ് ഇളോപാഖ്യാനം. അതിലേക്ക് പ്രവേശിക്കുകയാണ് 13-ാം അധ്യായം മുതൽ. 13-ാം അധ്യായം മുതൽ ഇനി ഈ അധ്യായം 42 ശ്ലോകങ്ങൾ അവസാനം വരെയും 30 ശ്ലോകങ്ങളെ കൊണ്ട് ഇളോപാഖ്യാനം പറയണം. അപ്രജസ്യ മനോഃ പൂർവം വസിഷ്ഠോ ഭഗവാൻ കില മിത്രാവരുണയോരിഷ്ടിം പ്രജാർത്ഥം അകരോത് പ്രഭു. അപ്രജസ്യ മനോഃ പൂർവം വസിഷ്ഠോ ഭഗവാൻ കില മിത്രാവരുണയോരിഷ്ടിം പ്രജാർത്ഥം അകരോത് പ്രഭു. പൂർവം എന്നുണ്ട് ഇവിടെ ഒരു പ്രയോഗം. എന്താ പൂർവം? മുമ്പ്. എന്തിനു മുമ്പ്? ഈ 10 ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ്. ഇക്ഷ്വാകു മുതലായിട്ടുള്ള 10 ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് പൂർവം അപ്രജസ്യ മനോഹോ, അപ്രജസ്യ മനോഹോ, പ്രജകളില്ലാതിരുന്ന മനുവിന്. അപ്പൊ പിന്നെന്തായാലും 10 മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ. പ്രജകളൊന്നും ഇല്ലാതിരുന്ന മനുവിന് മുമ്പേ തന്നെ ഭഗവാൻ വസിഷ്ഠ, സർവജ്ഞനായ വസിഷ്ഠൻ, ഇവൻ സൃഷ്ടിയാദികൾ ചെയ്യാൻ പോലും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള വസിഷ്ഠൻ മിത്രാവരുണയോഹോ ഇഷ്ടിം പ്രജാർത്ഥം അകരോത് പ്രഭു. പ്രഭുവായ വസിഷ്ഠൻ, ശക്തനായ വസിഷ്ഠൻ ഇദ്ദേഹത്തെ കൊണ്ട് പ്രജാർത്ഥമായിട്ട് അകരോത് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ചെയ്തു. എന്താ ചെയ്തത്? ഇഷ്ടി. ഇഷ്ടി എന്നാൽ യാഗം. അപ്പൊ ഒരു പുത്രകാമേഷ്ടി പോലൊരു യാഗം, അത് മിത്രാവരുണന്മാരെ യജിച്ചുകൊണ്ട്, മിത്രാവരുണന്മാരുടെ ഇഷ്ടി, മിത്രാവരുണന്മാരെന്ന പേരുള്ള ദേവന്മാരെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് ഒരു ഇഷ്ടി ചെയ്തു, അഥവാ പുത്രകാമേഷ്ടി ചെയ്തു വസിഷ്ഠൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടി? പ്രജകളില്ലാതിരുന്ന വൈവസ്വത മനുവിന് വേണ്ടി. എന്നിട്ട് എന്തുണ്ടായി? തത്ര ശ്രദ്ധ മനോഹോ പത്നി ഹോതാരം സമയാചത ദുഹിത്രർത്ഥം ഉപാഗമ്യ പ്രണിപത്യ പയോവ്രത പ്രേഷിതോധ്വര്യുണാ ഹോത ധ്യായം തത്സു സമാഹിതഃ ഹവിഷിവ്യചരത്തേന വഷത്കാരം ഗൃണൻ ദ്വിജഃ. തത്ര ശ്രദ്ധാ മനോഹോ പത്നീം ഹോതാരം സമയാചത ദുഹിത്രർത്ഥം ഉപാഗമ്യ പ്രണിപത്യ പയോവ്രത. തത്ര അപ്പോൾ, എപ്പോൾ? ഈ പുത്രകാമേഷ്ടി ചെയ്യുന്ന സന്ദർഭത്തിൽ. മനോഹോ പത്നി ശ്രദ്ധ, ഈ മനുവിന്റെ പത്നിയായ ശ്രദ്ധാദേവി എന്ത് ചെയ്തു? ഹോതാരം സമയാചത, ഈ വസിഷ്ഠന്റെ അസിസ്റ്റന്റായിട്ട് ഹോതാവ് എന്ന സ്ഥാനത്തിലിരുന്ന് ഹോമങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ട്. വസിഷ്ഠൻ മുഖ്യ പുരോഹിതനാണ്. അദ്ദേഹം എന്താ പറയുക, ബ്രഹ്മൻ എന്ന സ്ഥാനമായിരിക്കും മിക്കവാറും അലങ്കരിക്കുക. കാരണം മറ്റുള്ളവരെ കൊണ്ട് തന്റെ കീഴിലുള്ള അധ്വർയു, ഹോതാവ്, ഉദ്ഗാതാവ് എന്നുള്ള 3 പേരെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യിക്കുന്ന പ്രധാന കർമ്മി, ഗുരു, ആചാര്യൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള, ശിഷ്യനായിട്ടുള്ള ഒരാള് ഹോതാ. ആ ഹോതാവിനെ കൊണ്ട് സമയാചത, സമ്യക് അയാചത, യാചിച്ചു, പ്രാർത്ഥിച്ചു. എന്താണ്? ദുഹിത്രാർത്ഥം ഉപാഗമ്യ പ്രണിപത്യ പയോവ്രത. ആ ശ്രദ്ധാദേവി പയോവ്രതയായിരുന്നു. പയോവ്രത എന്ന് പറഞ്ഞാലോ, പാല് മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്രതത്തോടു കൂടി അവൾ നമ്മുടെ അതിഥി അനുഷ്ഠിച്ചതുപോലെ പാല് മാത്രം ഭക്ഷണമായിട്ട് വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന അവൾ ഉപാഗമ്യ, ഈ ഗുരുവിനെ അല്ലെങ്കിൽ ഹോതാവിനെ അടുത്ത് ചെന്നിട്ട് ഉപാഗമിച്ചിട്ട് പ്രണിപത്തി, അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ദുഹിത്രർത്ഥം സമയാചത. ദുഹിത്രർത്ഥം എന്ന് പറഞ്ഞാൽ ദുഹിതാവിനായിക്കൊണ്ട്, ദുഹിത എന്ന് പറഞ്ഞാൽ മകൾ, ഒരു പെൺകുട്ടി.
അപ്പൊ എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ അമ്മ ചെന്ന്, അഥവാ ശ്രദ്ധാദേവി ചെന്ന് ഹോതാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്തായി? പ്രേഷിതോധ്വര്യുണാ ഹോതാധ്യായൻ തത്സു സമാഹിതഃ ഹവിഷി വ്യചരത്തേന വഷട്കാരം ഗൃണൻ ദ്വിജഃ. അധ്വര്യുണാ പ്രേഷിതഃ ഹോത. അധ്വര്യു എന്ന് പറയുന്നതും മറ്റൊരു കർമ്മിയാണ്, പരികർമ്മിയാണ്. അല്ലെങ്കിൽ 4 പേരാണ് ചാതുർഹോത്രം എന്ന് പറയുന്ന കർമ്മത്തിലുള്ളത്. അതിൽ മറ്റൊരാളാണ് അധ്വര്യു. ആ അധ്വര്യു ഹോതാവിനെ പ്രേരിപ്പിച്ചു. അതാണ് പ്രേഷിത ഹോത. അപ്പൊ രണ്ടുപേർക്കും അറിയാം, അധ്വര്യവിനും ഹോതാവിനും കാര്യങ്ങൾ അറിയാം. രണ്ടും പരസ്പരം പ്രേരിപ്പിച്ച് പ്രേഷിത ഹോത സുസമാഹിത, മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ചുകൊണ്ട് തദ്ധ്യായന്. തദ്ധ്യായൻ എന്ന് പറഞ്ഞാൽ ആ അമ്മ പറഞ്ഞതിനെ, ശ്രദ്ധാദേവി പറഞ്ഞതിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഹവിഷി ഗൃഹീതേ, ഹവിസ് ഗ്രഹിക്കുന്ന സമയത്ത്, ഹവിസ് സമർപ്പിക്കുന്ന സമയത്ത് വഷട്കാരം ഗൃണൻ ദ്വിജഃ തേന വ്യചരത്. വഷട്കാരം പറഞ്ഞുകൊണ്ട്, വഷട്കാരം എന്ന് പറഞ്ഞാൽ ഹോമിക്കുന്ന മന്ത്രം, സ്വാഹ എന്ന് പറയുന്ന പോലെ വഷട് എന്ന് പറഞ്ഞുകൊണ്ട് മിത്രാവരുണയോഹോ ഇതം വഷട് എന്ന് പറഞ്ഞ് വഷട്കാരം ഗൃണൻ, വഷട്കാരത്തെ പറഞ്ഞുകൊണ്ട് ദ്വിജഃ ആ ഹോതാവായ ബ്രാഹ്മണൻ തേന വ്യചരത്, അതിനെ കൊണ്ട് വിചരിച്ചു, ഹോമം ചെയ്തു. അപ്പൊ സങ്കല്പം, ശ്രദ്ധാദേവിയുടെ സങ്കല്പത്തെ സ്മരിച്ചുകൊണ്ടാണ്, ധ്യാനിച്ചുകൊണ്ടാണ് ഈ ഹോതാവ് ഹോമം ചെയ്തത്. അപ്പോഴോ ഹോതുസ്തദ്വ്യഭിചാരേണ കന്യാ ഇളാ നാമ സാ അഭവത് താം വിലോക്യ മനുഃപ്രാഹ നാദിഹൃഷ്ടേന ഹൃഷ്ടമനാ ഗുരുഃ. ഹോതുസ്തദ്വ്യഭിചാരേണ കന്യേളാ നാമ സാ ഭവത് താം വിലോക്യ മനുഃ പ്രാഹ നാദിഹൃഷ്ടമനാ ഗുരും. അപ്പോ ഹോതുഹു എന്ന് പറഞ്ഞാൽ ഹോതാവിന്റെ, ആ ഹോമിച്ച ആളുടെ, പുരോഹിതന്റെ, തദ് വ്യഭിചാരേണ, ആ വ്യഭിചാരം, വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാല് അഭിപ്രായ വ്യത്യാസം, ഇവിടെ സങ്കല്പ വ്യത്യാസം. വസിഷ്ഠന്റെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഹോതാവിന്റെ സങ്കല്പം. അങ്ങനെ രണ്ടുപേരും 2 സങ്കല്പമായി പോയി. അങ്ങനെയുള്ള വ്യഭിചാരം കൊണ്ട്, അഥവാ വ്യത്യാസം കൊണ്ട് സാ ഇളാനാമ കന്യാഭവത്, കന്യാ ഇളാനാമ സാ അഭവത്, സാ ആ അവൾ ഉണ്ടായ പുത്രി കന്യയായിരുന്നു, ഇള എന്ന പേരോടുകൂടി ഭവിച്ചു. അവൾക്ക് ഇള എന്ന പേര് കൊടുത്തു. അപ്പൊ ഇള എന്ന പേരുള്ള കന്യയായി ഭവിച്ചു. ജനിക്കുമ്പോഴേ പേരോട് കൂടിയിട്ടല്ല ജനിക്കുക, പിന്നീട് നാമകരണം ചെയ്യുമ്പോൾ ഇള എന്ന് കൊടുക്കണം. താം വിലോക്യ മനുഃപ്രാഹ, അവളെ കണ്ടിട്ട് മനു പറഞ്ഞു. ആരോട്? ഗുരുവിനോട്, വസിഷ്ഠനോട്. എങ്ങനെ? ന അതിഹൃഷ്ടമന, അദ്ദേഹത്തിന് മനസ്സിൽ ഹർഷം ഉണ്ടായില്ല, അതിഹർഷമുണ്ടായില്ല, അല്പം ഹർഷമുണ്ടായി. അതുകൊണ്ടാണ് ന അതിഹൃഷ്ടമന എന്ന് പറഞ്ഞത്. അധികം ഹർഷമില്ലാത്ത മനസ്സോടെ, ഒട്ടും സന്തതിയില്ലാത്ത ആൾക്കൊരു പെൺകുട്ടിയെ കിട്ടിയപ്പോ അതിന്റെ ലാഭത്തിലുള്ള ഹർഷമുണ്ട്. പക്ഷെ എന്താച്ചാ തന്റെ സങ്കല്പം വേണ്ടതുപോലെ ആയില്ലല്ലോ എന്നുള്ള പൂർണ്ണ സന്തോഷമില്ല. അതുകൊണ്ട് അതിസന്തോഷമില്ലാത്ത മനസ്സോടുകൂടെ അല്പസന്തോഷത്തോടു കൂടിയവനായിട്ട് ആ മനു ആ കുട്ടിയെ കണ്ടപ്പോ ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു. ഗുരും പ്രാഹ, എന്താ പറഞ്ഞത്? ഭഗവൻ കിമിതം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം വിപര്യമഹോ കഷ്ടം മൈവ സ്യാദ് ബ്രഹ്മവിക്രിയ, മൈവം സ്യാദ് ബ്രഹ്മവിക്രിയ. യൂയം മന്ത്രവിദോ യുക്താഃ തപസാ ദഗ്ധകിൽപിഷാഃ കുതഃ സങ്കൽപവൈഷമ്യം അനൃതം വിബുധേ ശിവ. 2 ശ്ലോകങ്ങള് ആ വൈവസ്വത മനു വസിഷ്ഠനോട് ചോദിക്കുന്ന ചോദ്യമാണ് സംശയത്തോടെ. ഭഗവൻ കിമിതം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം
വിപര്യമഹോ കഷ്ടം മൈവം സ്യാത് ബ്രഹ്മവിക്രിയ. ഹേ ഭഗവൻ, സർവജ്ഞനല്ലേ അങ്ങ്, സർവശക്തനല്ലേ അങ്ങ്. അങ്ങ് വിചാരിച്ചതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കണം, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കിം ഇതം ജാതം, എന്താ ഇത് സംഭവിച്ചത്? ഇതം കിം ജാതം, ഇതെന്ത് ഭവിച്ചു? വഹ ബ്രഹ്മവാദിനാം വഹ കർമ്മ വിപര്യം. വേദങ്ങൾ പറയുന്നവരായ സത്യവാദികളായ നിങ്ങളുടെ കർമ്മം വിപര്യം അഹോ കഷ്ടം, അത് വിപരീതമായി ഭവിച്ചിരിക്കുന്നുവല്ലോ. കഷ്ടം തന്നെ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അഹോ കഷ്ടം. മൈവം സ്യാത് ബ്രഹ്മവിക്രിയ. ബ്രഹ്മവിക്രിയ, വേദത്തിന്റെ വിക്രിയ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ വ്യത്യാസം, വികാരം, അത് ഇപ്രകാരം മാ ഏവം സ്യാത് ഏവം മാ സ്യാത്, ഇപ്രകാരം ഭവിക്കാൻ പാടുള്ളതല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മന്ത്രം തെറ്റില്ലല്ലോ എന്നാണ്. മന്ത്രം ശരിയായിട്ട് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവില്ല. മന്ത്രശാസ്ത്രങ്ങളുടെ തത്വം അറിയുന്നവർക്കറിയാം, മന്ത്രങ്ങൾ സത്യമായി ഭവിക്കും. അപ്പൊ ഇങ്ങനെ മന്ത്രങ്ങൾക്ക് മാറ്റം വരാൻ വഴിയില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? മന്ത്രം പിഴച്ചുവോ? മന്ത്രം പഴച്ചാലേ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നറിയാവുന്ന ആ വൈവസ്വത മനു ഗുരുവിനോട് ചോദിക്കണം, ആർക്കാണ് മന്ത്രം പഴച്ചത്? അങ്ങേ പോലെയുള്ള ഒരാൾക്ക് പഴക്കില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ആയാലേ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ, ബ്രാഹ്മണരെ, വേദവാദികളെ, അതുപോലെ വേദമന്ത്രങ്ങളിൽ ഒക്കെ ആർക്കും വിശ്വാസമില്ലാതാവില്ലേ എന്നാണ് സൂചന. അഹോ കഷ്ടം എന്ന്. അതുകൊണ്ട് കാര്യം പറയൂ. യൂയം മന്ത്രവിദോ യുക്താഹ തപസാ ദഗ്ധകിൽബിഷാഹ കുതഃ സങ്കൽപ വൈഷമ്യം അനൃതം വിബുധേ ശിവ. യൂയം, നിങ്ങളെ പോലെയുള്ളവര് മന്ത്രവിദ, മന്ത്രത്തിന്റെ തത്വം അറിയുന്നവരാണ്, മന്ത്രപ്രയോഗം അറിയുന്നവരാണ്, അതിന്റെ പ്രയോജനം അറിയുന്നവരാണ്. യുക്താഹ തപസ, തപസായുക്താഹ, തപസ്സുകൊണ്ട് യോജിച്ചവരാണ്, നല്ല തപസ്സുള്ളവരാണ്. ദഗ്ധ കിൽബിഷാഹ, പാപങ്ങളെയൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞവരാണ് തപസ്സുകൊണ്ട്. അപ്പൊ നിങ്ങളെ പോലെയുള്ളവർ സത്യസങ്കല്പന്മാരല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ കുതഃ സങ്കല്പ വൈഷമ്യം, എങ്ങനെയാണ് ഈ സങ്കല്പത്തിന് വിഷമഭാവമുണ്ടായത്, വിപരീതഭാവമുണ്ടായത്? ഞാൻ ആൺകുട്ടിയെ വേണമെന്നല്ലേ പറഞ്ഞ, ഇപ്പൊ പെൺകുട്ടിയാണല്ലോ ലഭിച്ചത്. വാട്ട് ഹാപ്പൻഡ്? അനൃതം വിബുധേഷു ഇവ. ഒരു ഉദാഹരണം പറയുന്നതാണ്. വിബുധേഷു അനൃതം ഇവ. വിബുധന്മാർ, ദേവന്മാർ. ദേവന്മാരൊരിക്കലും അസത്യം പ്രവർത്തിക്കില്ല. അപ്പൊ ദേവന്മാരിൽ അനൃതം എന്ന പോലെ, അസത്യം എന്നതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഈ മന്ത്രവൈപരീത്യം സംഭവിച്ചു? ഇങ്ങനൊരു അബദ്ധം പറ്റി, ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് ചോദ്യം ചെയ്തു. ഇതിന് വസിഷ്ഠൻ എന്ത് ചെയ്യുന്നു എന്ന് തുടർന്ന് പറയുന്നു. തന്നിശമ്യവചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹഃ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ബഭാഷേ രവിനന്ദനം. തന്നിശമ്യവചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹഃ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ബഭാഷേ രവിനന്ദനം. തന്നിശമ്യ വചഃ തസ്യ ഭഗവാൻ പ്രപിതാമഹഃ. ഇവിടെ ഭഗവാൻ സർവജ്ഞനായ പ്രപിതാമഹഃ എന്നുള്ളത് സ്വന്തം പ്രപിതാമഹൻ എന്ന് പറയണം. സുഖബ്രഹ്മർഷിയുടെ പ്രപിതാമഹനാണ് വസിഷ്ഠൻ, അല്ലേ? വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രൻ വ്യാസൻ, വ്യാസന്റെ പുത്രൻ ശുകൻ. ഇപ്പൊ മമ പ്രപിതാമഹഃ, മമ പിതാമഹഃ പരാശരഃ, പരാശരസ്യ പ്രപിതാമഹഃ ശക്തി, ശക്തേഹേ പിതാ വസിഷ്ഠഃ. അപ്പൊ അതിനെയും പ്രപിതാമഹ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചു. എന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം തസ്യ തദ് വചഃ നിശമ്യ, തസ്യ ആ രാജാവിന്റെ, വൈവസ്വത മനുവിന്റെ ആ വാക്കുകളെ കേട്ടിട്ട്, തദ് വചഃ നിശമ്യ, അദ്ദേഹം ചിന്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിച്ചു എന്നൊക്കെ വേണം പറയാം. തന്റെ പുരോഹിതന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ചുവോ? അബദ്ധം വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചപ്പോ ഹോതുഹു വ്യതിക്രമം ജ്ഞാത്വാ, ആ ഹോതാവിന്റെ വിപരീത ഭാവത്തെ അറിഞ്ഞിട്ട്, ഹോതാവ് വ്യതിക്രമം ചെയ്തു, തന്നോട് ചോദിക്കാതെ
ആ രാജപത്നിയുടെ ശ്രദ്ധാദേവിയുടെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം കർമ്മം ചെയ്ത കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു അബദ്ധമുണ്ടായി, അങ്ങയോട് ചോദിച്ചില്ല. ആ അമ്മ പറഞ്ഞു പെൺകുട്ടി വേണമെന്ന്. ഞങ്ങളപ്പോ അത് വിചാരിച്ചു, അങ്ങനെ സങ്കല്പം ചെയ്തു. അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം അറിഞ്ഞിട്ട് ബഭാഷേ രവിനന്ദനൻ സൂര്യപുത്രനായ വൈവസ്വത മനുവിനോട് ബഭാഷെ ഭാഷണം ചെയ്തു, മറുപടി കൊടുത്തു. എന്താ മറുപടി? ഏതത് സങ്കൽപ്പ വൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരതഃ തദാപി സാധയിഷ്യേ തേ സുപ്രജാസ്ത്വം സ്വതേജസാ. ഏതത് സങ്കൽപ്പ വൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരതഃ തദാപി സാധയിഷ്യേ തേ സുപ്രജാസ്ത്വം സ്വതേജസാ. ഏതത് സങ്കല്പ വൈഷമ്യം, ഇത് സങ്കല്പത്തിലുണ്ടായ വിപരീത ഭാവമാണ്. ആരുടെ? തേ ഹോതുഹു, അങ്ങയുടെ ഹോതാവിന്റെ. ഹോതാവ് പറ്റിച്ച പണിയാണ്. എന്റെ കൂടെ സഹപുരോഹിതനായിരുന്ന ഹോതാവ് ഒപ്പിച്ചതാണ്. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. വ്യഭിചാരത, അദ്ദേഹത്തിന്റെ വ്യഭിചാരം കൊണ്ട്, വ്യവസ്ഥയില്ലായ്മ കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരേ സങ്കല്പം ചെയ്തില്ല, അതിന്റെ വിപരീതം കൊണ്ട്. തഥാപി, എങ്കിലും സംഭവിച്ചത് സംഭവിച്ചു, അങ്ങനെ ഇരിക്കട്ടെ കാര്യങ്ങളെങ്കിലും. സ്വതേജസാ തേ സുപ്രജാസ്ത്വം സാധയിഷ്യേ, എന്റെ തേജസ് കൊണ്ട്, എന്റെ പ്രഭാവം കൊണ്ട്, എന്റെ മന്ത്രശക്തികളെ കൊണ്ട്, തപശക്തി കൊണ്ട് തേ സുപ്രജാസ്ത്വം സാധയിഷ്യേ, അങ്ങയ്ക്ക് നല്ല പ്രജയുള്ളതായിട്ടുള്ള ഭാവത്തെ ഞാൻ സാധിച്ചു തരാം, അങ്ങയ്ക്ക് നല്ലൊരു പുത്രനുണ്ടായിട്ട് ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സുമഹായശാഃ അസ്തൗഷീത് ആദിപുരുഷം ഇളായാഃ പുംസ്ത്വകാമ്യയാ. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സുമഹായശാഃ അസ്തൗഷീദാദിപുരുഷം ഇളായാഃ പുംസ്ത്വകാമ്യയാ. ഏവം വ്യവസിതഃ ഭഗവാൻ സുമഹായശാഃ, ഇപ്രകാരം നിശ്ചയിച്ചവനായ സർവജ്ഞനായ മഹായശസ്വിയായ വസിഷ്ഠൻ. അല്ലയോ രാജാവേ, പരീക്ഷിത് രാജാവേ, അസ്തൗഷീദ് ആദിപുരുഷം, ആദിപുരുഷനെ, ആദിനാരായണനെ സ്തുതി ചെയ്തു പ്രസാദിപ്പിക്കാനായിക്കൊണ്ട്. എന്തിന്? ഇളായാഹ പുംസ്ത്വ കാമ്യയ, ആ ഇള എന്ന പെൺകുട്ടിയെ പുരുഷത്വം പ്രാപിപ്പിക്കാനായിക്കൊണ്ട്, പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റാനായിക്കൊണ്ട്, അല്ലെ, ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ, ആദ്യത്തെ ജെൻഡർ മാറ്റം. അപ്പോ ഇങ്ങനെ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കാനുള്ള ആ സങ്കല്പത്തോടെ ഭഗവാൻ ആദിനാരായണനെ വസിഷ്ഠൻ പ്രാർത്ഥിച്ചു. അതാണ് പറഞ്ഞത്. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സുമഹായശാഃ അസ്തൗഷീദാദിപുരുഷം ഇളായാഃ പുംസ്ത്വകാമ്യയാ. അപ്പൊ വസിഷ്ഠന്റെ പ്രാർത്ഥന വെറുതെയാവില്ല, മഹായശസ്വിയാണ്. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദൗ ഇളാ അഭവത് തേന സുദ്യുമ്നഃ പുരുഷർഷഭഃ. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദൗ ഇളാഭവത്തേന സുദ്യുമ്നഃ പുരുഷർഷഭഃ. തസ്മൈ, ആ വസിഷ്ഠനായിക്കൊണ്ട്, കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദൗ, ഭഗവാൻ ഹരിഹി ഈശ്വരഃ, ഭഗവാൻ ഹരി, അദ്ദേഹം ഈശ്വരനാണ്, എന്തിനും ശക്തനാണ്. അദ്ദേഹം തുഷ്ടനായിട്ട് കാമവരം ദദൗ, ആഗ്രഹിച്ച വരത്തെ ദാനം ചെയ്തു. അതുകൊണ്ടെന്തായി? തേന, അത് കാരണമായിട്ട് ഇള അഭവത് സുദ്യുമ്നഃ, ഇള സുദ്യുമ്നായി ഭവിച്ചു. എങ്ങനെയുള്ള സുദ്യുമ്നൻ? പുരുഷർഷഭഃ, ആണും പെണ്ണും കെട്ടവനൊന്നുമല്ല, നല്ല ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരുഷനായിട്ട്, ഋഷഭനായിട്ട്, ഋഷഭതുല്യനായിട്ട്, അല്ലെ, നല്ലതുപോലെ വീര്യമുള്ളവൻ, കാളയെ പോലെ വർഷിക്കാൻ കഴിവുള്ളവൻ. അപ്പൊ ഷണ്ടനൊന്നുമല്ല, നപുംസകമൊന്നുമല്ല, നല്ല പുരുഷനായിട്ട് തന്നെ. വസിഷ്ഠന്റെ ആ പ്രാർത്ഥനയുടെ ഫലം, ഭഗവാന്റെ അനുഗ്രഹം, ഇള എന്ന ആ കന്യക നല്ല ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരുഷനായി. അദ്ദേഹത്തിന്റെ പേര് സുദ്യുമ്നൻ, നല്ല കാന്തിയുള്ളവൻ അർത്ഥമാണ്.
നല്ല തേജസ്വിയായിട്ടൊരു പുത്രനായിട്ട് മാറി. വസിഷ്ഠന്റെ മറ്റേ വൈവസ്വത മനുവിന്റെ മൂത്ത പുത്രനായി മാറി. പുത്രിയായി ജനിച്ച് പുത്രനായി മാറി. അതാണ് ഇള. ഇനി ആ ഇളയുടെ ചരിത്രം വർണ്ണിക്കുകയാണ് ഇളോപാഖ്യാനം. 23 മുതൽ തുടരുകയാണ്. നമുക്ക് വൈകിട്ട് കാണാം. 6:30 മണിക്ക് കാണാം. വൈകിട്ട് ഈ അധ്യായം പൂർത്തീകരിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ മുതൽ ഒരു 2-3 ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ല. കാലടിയിലൊക്കെ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം ബ്രേക്ക് ആയിരിക്കും. കാലടിയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം കാണേണ്ടവരൊക്കെ കണ്ടോളൂ. ഹരിയോ. ഈ കാലടിയിലേക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ നാളെ വരാം. എന്നാൽ കാണാം. ഹരിയോ. നാരായണ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വൈകിട്ട് കാണാം.